നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് എത്തി നിൽക്കുന്നത് കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയ ആവണിയുടെ വീട്ടിലാണ്. ആവണിക്ക് ഇപ്പോൾ ഒരു പുതിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചതായിട്ട് ന്യൂസിന് വിവരം കിട്ടി. അങ്ങനെയാണ് ന്യൂസ് ഇന്ന് അന്വേഷിച്ച് ആവണിയുടെ വീട് തേടി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്ത് നേട്ടമാണ് മോൾക്കിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത്? ഇന്നലെയായിരുന്നു എൻ്റെ MA-യുടെ റിസൾട്ട് വന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ. അപ്പോൾ അതിൽ സെക്കൻഡ് റാങ്ക് നേടാൻ സാധിച്ചു. വലിയ സന്തോഷമായിട്ട്. ഏത് വിഭാഗത്തിലാണ് ഈ MA-ക്ക് പഠിച്ചത്? MA വോക്കൽ എന്ന് വെച്ചാൽ വായ്പാട്ട്. അപ്പോൾ അത് എത്ര വർഷത്തെ കോഴ്സാണത്? അത് ഞാനിപ്പം ഡിഗ്രി അവിടെ തന്നെ നമ്മുടെ കോളേജിൽ തന്നെയാണ് ചെയ്തത്. RLV കോളേജിലാണ് ചെയ്തത്. അത് 3 വർഷവും PG 2 വർഷവും. എവിടെയാണ് ഈ RLV കോളേജ്? എവിടെയാണ്? ഗവൺമെന്റ് സ്ഥാപനം തന്നെ ആണോ അതോ? അതെ, RLV കോളേജ് ഗവൺമെന്റിന്റെ കോളേജാണ്. രാധാലക്ഷ്മി വിലാസം കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്നാണ് മുഴുവൻ പേര്, ഗവൺമെന്റ്. ഇത് നമ്മുടെ ഈ RLV രാമകൃഷ്ണനൊക്കെ പഠിച്ച ആ ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് പ്രയത്നം എങ്ങനെയായിരുന്നു? അത് നമുക്ക് ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം പാട്ടാണ് ഞാൻ എടുത്തത്, വോക്കൽ. അപ്പോൾ വോക്കലാണ് എന്നുണ്ടെങ്കിൽ അത് പാടി അവർ ചോദിക്കാന്നല്ല, നമ്മളിപ്പോൾ എന്താണോ പഠിച്ചത് അത് അവരുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കലാവാസന ഉണ്ടോ, നമ്മുടെ കഴിവ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇന്റർവ്യൂ. പിന്നെ നമ്മൾ 10ന്റെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് അതൊക്കെ അവിടെ കാണിക്കണം. എന്നിട്ട് അവർ ഇന്റർവ്യൂവിന് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഇതിപ്പോ MA-ക്കാണോ? ഞാൻ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞത്. MA-ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രിയുടെ മാർക്ക് അനുസരിച്ചായിരിക്കും MA-യുടെ നമ്മുടെ അവരൊരു ലിസ്റ്റ് ഇടും. അപ്പം എനിക്കും ഡിഗ്രിക്കും സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടില്ലായിരുന്നു. പിന്നെ അല്ലാതെ ഇപ്പം അതർ ഡിഗ്രി കോഴ്സ് എടുക്കുന്നവർക്കും MA-ക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. 2 സീറ്റുണ്ട്. അതെന്ന് വെച്ചാൽ വേറെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചവർ, അതായത് മ്യൂസിക് അല്ലാതെ, സംഗീതം അല്ലാതെ തന്നെ സോഷ്യോളജി അങ്ങനത്തെ കുറേ വേറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇപ്പം നമ്മുടെ MA-ക്ക് കയറാൻ ചാൻസ് ഉണ്ട്. 2 സീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഇന്റർവ്യൂ ഉണ്ട് MA-ക്ക് കയറാൻ വേണ്ടിയിട്ട്. അവർ പാടുന്നവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികൾ അങ്ങനെ അഡ്മിഷൻ എടുത്തു. അപ്പൊ അങ്ങനെ കയറിയ ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക്. സെക്കൻഡ് റാങ്ക്. ഇനി തുടർന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിലോട്ട് തന്നെ നല്ല രീതിക്ക് എനിക്ക് കുറച്ചുകൂടെ നല്ലോണം പഠിക്കണം എന്നുണ്ട്. ഇനിയും ഒന്നും ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. നിലവില് കച്ചേരികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ചെറിയ രീതിയിൽ കച്ചേരികൾ നടത്താറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അരങ്ങേറ്റം പ്രോപ്പറായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഇത് കച്ചേരി എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ട് ഫുള്ളായിട്ട്. നമ്മുടെ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി ഒന്ന് പാടാം. ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ, ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ, ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ, ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ, ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ, ബ്രഹ്മാനന്ദമന്ദവേ മനസനാഥലോലുടേ. തന്നെ പ്രഗത്ഭരായ വലിയ വലിയ പാട്ടുകാർ പഠിച്ച ഒരു സ്ഥാപനമാണ് ഈ RLV കോളേജ് എന്നറിയാൻ പറ്റി. അതിലൊരു അഡ്മിഷൻ കിട്ടുക, അവിടെ നിന്ന് ഇങ്ങനെ ഒരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കുക, ഒരു നിമിഷത്തെ എങ്ങനെ കാണുന്നു? വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല. എന്തോ ഒരു ഭാഗ്യം പോലെ, ഒരു നിമിത്തം പോലെയാണ് എനിക്ക് RLV കോളേജിൽ കിട്ടിയത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട്. ഈ റാങ്ക് എന്ന് പറയുന്നത്
ഞാൻ വലിയൊരു സംഗീതജ്ഞയോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു കഴിവുള്ള ആളായിട്ടുണ്ടല്ല എനിക്ക് റാങ്ക് കിട്ടിയത്. ഇതൊരു ലക്ക് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്നെക്കാട്ടിയും പാടുന്നവരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. പക്ഷെ അവർക്കൊക്കെ ചെറിയ എന്തെങ്കിലും പോരായ്മകൾ, സപ്ലിയോ തിയറി ഉണ്ടല്ലോ ഞങ്ങളുടെ പഠിക്കുന്നതിൽ തിയറിയും അതുപോലെ തന്നെ വൈവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സപ്ലികളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറേ പേർക്ക് സപ്ലിയൊക്കെ ആയിട്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് അവസാനമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് കിട്ടിയത്. അത് എൻ്റെ വലിയൊരു എന്തോ ഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എൻ്റെ ഒരു വലിയ കഴിവോ അല്ലെങ്കിൽ ഞാൻ അതിൽ എന്തെങ്കിലും വലുതായിട്ട് ചെയ്തെന്നോ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. ബാക്കി അവിടെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികൾക്കും എന്നെക്കാളും അല്ലെങ്കിൽ എൻ്റെ അത്രയും കഴിവുള്ള എല്ലാ കുട്ടികളും അത്രയും കഴിവുള്ളവരാണ്. അത്രയും എനിക്ക് പറയാനുള്ളത്. ഫാമിലിയെ പറ്റി ഒന്ന് വിശദീകരിക്കാം. വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ ആണുള്ളത്. അച്ഛൻ റിട്ടയർഡ് KSRTC സൂപ്രണ്ടൻ്റാണ്. അദ്ദേഹം അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. സംഗീതം തുടക്കം കുറിച്ചത് അച്ഛനാണ്. അച്ഛൻ കുറിച്ചുകൊണ്ടാണ് ഇത്രയും ഗുരുത്വം ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേട്ടൻ ഇപ്പോൾ IKM വർക്ക് ചെയ്യുന്നു ട്രിവാൻഡ്രത്ത്. ചേട്ടനും അത്യാവശ്യം പാട്ടൊക്കെ പാടും. വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് അച്ഛനാണ്. ഈ ഒരു മേഖലയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ടാണ്. 3 പേരും നല്ല സപ്പോർട്ടാണ്. പക്ഷെ കുറച്ചുകൂടെ അച്ഛനാണ് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് അറിവുള്ളത് അച്ഛനാണ്. അപ്പൊ അച്ഛനാണ് അത് കൂടുതലായിട്ട് ഇങ്ങനെ എന്നെ ബൂസ്റ്റ് ചെയ്യുകയും ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ കുറച്ച് മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അച്ഛനും കച്ചേരിക്കൊക്കെ പോകാറുണ്ടോ? അച്ഛൻ പണ്ട് കുഞ്ഞിലെ മുതലേ കച്ചേരിക്കൊക്കെ പോകുന്നതാണ്. പിന്നെ അച്ഛന്റെ കൂടെ കച്ചേരിക്ക് പോകാനാണോ അതോ മകളുടെ കൂടെ അച്ഛൻ കച്ചേരിക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പരിപാടി ചെയ്യാറ്. ഒറ്റയ്ക്ക് ചെയ്യാറായിട്ടില്ലെന്ന് അച്ഛൻ ഇപ്പോഴും പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ വലിയ ആളായിട്ട് അങ്ങനെ കാണുന്നില്ല. ഈ ഒരു മേഖലയിലെ ഒരു എയിം അച്ഛനുണ്ടോ? മകളെ ഇന്ന ഒരു രീതിയിലേക്ക് എത്തിക്കണം, അതെന്താണ് ആ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കണം. അപ്പം ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ച് അച്ഛന് അതിൽ ശോഭിക്കാൻ പറ്റിയില്ല. എങ്കിലും അച്ഛൻ നല്ല രീതിക്ക് അച്ഛൻ്റെ കഴിവനുസരിച്ച് അച്ഛൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ അച്ഛൻ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ എത്തണം, അല്ലെങ്കിൽ എന്നിലൂടെ അച്ഛൻ ഒരു ഇതാവണം എന്ന് ആഗ്രഹമുണ്ട് അച്ഛന് ഈ സംഗീതത്തിൽ. അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര നേരം ന്യൂസിന് വേണ്ടി ചിലവാക്കിയ സമയത്തിന് വളരെ നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. സംഗീത ലോകത്ത് വളരെ പ്രഗത്ഭരായ ഉന്നതിയിലെത്തി നിൽക്കുന്ന ധാരാളം പേര് പഠിച്ചിറങ്ങിയ RLV കോളേജിൽ നിന്നും 2ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ച ആവണി മോൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.